ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 30ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം നമുക്ക് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. ഓപ്ഷൻസ്: ഭരണഘടനാ സ്ഥാപനം, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു വകുപ്പ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ഒരു പൊതുമേഖലാ സ്ഥാപനം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. കുണ്ടറ വിളംബരം നടന്നത് എന്ന്? ഓപ്ഷൻസ്: 1812 മെയ് മാസം 8-ാം തീയതി, 1806 ഡിസംബർ 16, 1807 ഒക്ടോബർ 31, 1809 ജനുവരി 14. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1809 ജനുവരി 11. പറഞ്ഞപ്പോൾ 14 പോയിരുന്നു, ജനുവരി 11 ശരി ഉത്തരം. പഠിച്ചു വയ്ക്കുക. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം നൽകിയത് എന്നാണ്? ഓപ്ഷൻസ്: 1841 ജൂലൈ 26, 1869 ജൂലൈ 26, 1859 ജൂലൈ 26, 1861 ജൂലൈ 26. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 1859 ജൂലൈ 26. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ഓപ്ഷൻസ്: ശ്രീനാരായണ ഗുരു, വൈകുണ്ഠ സ്വാമി, തൈക്കാട് അയ്യ, ചട്ടമ്പി സ്വാമികൾ. ശരി ഉത്തരം ഓപ്ഷൻ ബി, വൈകുണ്ഠ സ്വാമിയാണ്. അയ്യങ്കാളി ജനിച്ച ദിവസം ഏത്? 1863 ജൂലൈ 28, 1863 സെപ്റ്റംബർ 28, 1863 ജൂൺ 28, 1863 ഓഗസ്റ്റ് 28. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1863 ഓഗസ്റ്റ് മാസം 28-ാം തീയതി. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഓപ്ഷൻസ്: രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, പി വി നരസിംഹറാവു, ജവഹർലാൽ നെഹ്റു. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇന്ദിരാഗാന്ധി. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ്: സഹോദരൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠ സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷൻ ഏത്? കോഴിക്കോടാണോ, കാസർഗോഡാണോ, മഞ്ചേശ്വരമാണോ, അതോ കണ്ണൂരാണോ? കോർപ്പറേഷൻ വടക്കേറ്റത്തുള്ളത് ഓപ്ഷൻ ഡി, കണ്ണൂരാണ്. 9ാമത്തെ ചോദ്യം. കേരളത്തിന്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ്? ഓപ്ഷൻസ്: 38,863, 32,383, 36,863, 35,368. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 38,863. 10ാമത്തെ ചോദ്യം. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? ഓപ്ഷൻസ്: ഡിസംബർ ടു ഫെബ്രുവരി, ഏപ്രിൽ ടു മെയ്, ജൂൺ ടു നവംബർ, ജൂൺ ടു സെപ്റ്റംബർ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ഡിസംബർ ടു ഫെബ്രുവരി ആണ്. എത്ര ചോദ്യങ്ങൾ ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങൾ എഴുതി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. 10-10 എന്ന സീരീസിന്റെ അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക് യു.